എനിക്കൊരു എതിരാളിയുണ്ട്, ബേസിൽ ജോസഫ്. അവൻ സ്റ്റോറി ടെല്ലർ അല്ല, മറ്റേ വർത്താനുണ്ട്. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ഷൂട്ടിലിരിക്കുന്ന സമയത്ത് അവൻ ഹിന്ദിയിൽ ഒരു പടം ചെയ്യുന്നു. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ. മന്ദബുദ്ധിയല്ല. അതിന് ആരാന്ന് പറയാൻ പാടില്ല, കാരണം എല്ലാവർക്കും അറിയാം പടം ചെയ്യുന്ന ആരാന്നുള്ളത്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സംഭവം ഇവൻ ഹിന്ദി അറിഞ്ഞൂടെ, ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. ഈ 2 ഭാഷയും കൃത്യമായി അറിയില്ല. ആകെ അറിയാവുന്ന മലയാളം. അപ്പൊ മിക്കവാറും ഇവൻ കഥ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിലായിരിക്കും. ആള് മാറിപ്പോ പിന്നെ പെറ്റ തള്ള കണ്ടാ പോലും തിരിച്ചറിയില്ല. ഫോട്ടോ കാണിച്ചു എനിക്ക്. അത് നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ സെൽഫി എടുത്തോട്ടെ. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ സ്വന്തം പടം ഡയറക്ട് ചെയ്യുമ്പോ ആ പടം ഇവൻ സബ് ടൈറ്റിൽ ഇട്ട് ഇവൻ കണ്ടിട്ട് നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. കള്ളപ്പന്നി. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. സ്നേഹം തൊട്ട് തൊട്ട് തരുമോ, കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ വരുമോ?